മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് സുപ്രീം കോടതി. കേസുകൾ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടികൾ അംഗീകരിക്കില്ല. കുറ്റക്കാരെ കണ്ടെത്തിയാൽ വേഗത്തിൽ വിചാരണ ആരംഭിക്കണമെന്ന് കോടതി നിർദ്ദേശം. രാഷ്ട്രീയ പകപോക്കലിനായി കെട്ടിച്ചമച്ച കേസുകൾ പിൻവലിക്കുന്നതിൽ തെറ്റില്ലെന്നും സുപ്രീം കോടതി. കുണ്ടറയിലെ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ മന്ത്രി AK ശശീന്ദ്രനെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. പീഡന പരാതി പിൻവലിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ഇരയുടെ പേരോ ഇരയ്ക്കെതിരായ പരാമർശമോ മന്ത്രിയുടെ സംഭാഷണത്തിൽ ഇല്ലെന്നും പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് CBI അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് സർക്കാർ. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം തേടി. 200 കോടിയുടെ ക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ CBIക്കും EDക്കും നോട്ടീസ്. കാക്കനാട് MDMA കേസ് എക്സൈസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി ഉത്തരവിറങ്ങി. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ KN നെൽസൺ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ T കാസിം എന്നിവർ അന്വേഷിക്കും. പ്രതികളിൽ നിന്ന് മാൻകൊമ്പ് കണ്ടെടുത്ത സംഭവം വനംവകുപ്പ് അന്വേഷിക്കും. തൃക്കാക്കരയിലെ കോൺഗ്രസ് നേതാക്കൾ CPIഎമ്മുമായി ചേർന്ന് ഭരണം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. ഓണസമ്മാന വിവാദത്തിൽ നഗരസഭാ ചെയർപേഴ്സണ് പിന്തുണ. അജിത തങ്കപ്പന് കുടുക്കാൻ നീക്കം നടന്നെന്നും ചെയർപേഴ്സൺ പണം വിതരണം ചെയ്തിട്ടില്ലെന്നും കമ്മീഷൻ റിപ്പോർട്ട്. നഗരസഭയിൽ വിജിലൻസ് പരിശോധന. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കം രൂക്ഷം. ഗ്രൂപ്പ് നേതാക്കളെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ ഡൽഹിയിൽ തുടരുന്നു. എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോസ്റ്റർ. സതീശൻ ഗ്രൂപ്പുകളെ അവസാനിപ്പിക്കണമെന്ന് DCC ഓഫീസിന് മുന്നിലെ പോസ്റ്ററിൽ. മുതിർന്ന നേതാക്കളെ അവഗണിക്കരുതെന്നും ആവശ്യം. ദേവികുളം MLA A രാജയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ S രാജേന്ദ്രനെതിരെ നടപടിക്ക് സാധ്യത. CPIഎം അന്വേഷണ കമ്മീഷൻ S രാജേന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. രാജേന്ദ്രനെതിരെ പാർട്ടി ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച മറ്റു പരാതികളും കമ്മീഷൻ പരിശോധിക്കും. കണ്ണൂർ RT ഓഫീസിലെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ ഈ ബുൾജറ്റ് സഹോദരന്മാർക്ക് ആശ്വാസം. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് സമർപ്പിച്ച ഹർജി തലശ്ശേരി സെഷൻസ് കോടതി തള്ളി. ഇരുവർക്കും കഞ്ചാവ് കടത്ത സംഘവുമായി ബന്ധമെന്ന് ഹർജിയിൽ പോലീസ്. കെട്ടിച്ചമച്ച കഥകളെന്ന് ലിബിനും എബിനും. പാലക്കാട് മണ്ണാർക്കാട് 16-കാരിയെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന് പിന്നിൽ പ്രണയത്തെ ചൊല്ലിയുണ്ടായ തർക്കം. പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. ജംഷീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ലൈംഗികാതിക്രമം ഉണ്ടായോ എന്നതും പരിശോധിക്കും. മലപ്പുറം പോത്തുകലിൽ പ്രായപൂർത്തിയാവാത്ത മകളെ പീഡിപ്പിച്ച പിതാവിന് ഇരട്ട ജീവപര്യന്തം. 1 ലക്ഷം പിഴയൊടുക്കണമെന്നും മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതി. നിലവിൽ മറ്റൊരു മകളെ പീഡിപ്പിച്ച കേസിൽ ജയിലിലാണ് പ്രതി. കോവിഡ് വ്യാപന ആശങ്കയിൽ സംസ്ഥാനം. 10 ജില്ലകളിൽ തീവ്ര കോവിഡ് പരിശോധന. ട്രിപ്പിൾ ലോക്ഡൌൺ പ്രദേശങ്ങൾ പുനർനിശ്ചയിക്കും. കൂടുതൽ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യത. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 37,593 പേർക്ക് കോവിഡ്. 648 മരണം. പ്രതിദിന കോവിഡ് കേസുകളിൽ 65% കേരളത്തിൽ. രോഗമുക്തി നിരക്ക് 97.67%. അതിർത്തിയിലെ യാത്രാ നിയന്ത്രണത്തിൽ ഇളവ് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം വേണമെന്ന് കർണാടക. കോടതിയുടെ ഇടക്കാല ഉത്തരവ് പൂർണ്ണമായും പാലിച്ചുവെന്ന് വിശദീകരണം. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കലോ രോഗികളുമായോ യാത്രയോ തടസ്സപ്പെടുത്തിയെങ്കിൽ അറിയിക്കാൻ ഹർജിക്കാരന് കോടതി നിർദ്ദേശം. രാജ്യത്ത് കോവിഡ് വ്യാപനം കുറയുന്നതായി ലോകാരോഗ്യ സംഘടനാ മുഖ്യ ഗവേഷക ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. മഹാമാരി എന്ന അവസ്ഥയിൽ നിന്ന് കോവിഡ് പ്രാദേശികമായി ചുരുങ്ങുന്ന സ്ഥിതിയിലേക്ക് മാറിയേക്കും. 3ാം തരംഗം എങ്ങനെയാകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ലെന്നും സൗമ്യ സ്വാമിനാഥൻ. അഫ്ഗാനിൽ നിന്നുള്ള രക്ഷാദൌത്യം ഊർജിതമാക്കി ഇന്ത്യ. കൂടുതൽ പേർ ഇന്ന് തിരിച്ചെത്തിയേക്കും. ഈ മാസം അവസാനത്തോടെ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാൻ നീക്കം. പുതിയ ഭരണകൂടത്തോടുള്ള നയരൂപീകരണം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം. അഫ്ഗാനിൽ നിന്നും സേനാ പിന്മാറ്റം വേഗത്തിലാക്കാൻ അമേരിക്ക. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിക്കെതിരെ പോലീസിൽ പരാതി. വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ താലിബാൻ തീവ്രവാദിയായി ഉപമിച്ചെന്ന് പരാതി. പോലീസിൽ പരാതി നൽകിയത് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി.
മുട്ടൽ മരമുറി കേസിൽ പ്രതികളുമായി നിരന്തരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ധർമ്മടം ബന്ധം എന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. വനം മന്ത്രി പ്രതികളെ സംരക്ഷിക്കുന്നത് ധർമ്മടം ബന്ധം കൊണ്ടാണെന്നും വി.ഡി. സതീശൻ. സൊസൈറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് വിവാദത്തിൽ മത്സരിക്കുന്ന ഒരു വിഭാഗം UDF അനുകൂലികളെന്ന് കമ്മീഷണർ. വരണാധികാരിയുടെ അധികാരത്തിൽ കമ്മീഷണർ കൈകടത്തുന്നതായി ഒരു വിഭാഗം. ആറന്മുള ഉത്രട്ടാതി ജലഘോഷയാത്രയ്ക്ക് തുടക്കം. കോവിഡ് സാഹചര്യത്തിൽ മത്സര വള്ളംകളി ഒഴിവാക്കി. അനുമതി നൽകിയത് 3 പള്ളിയോടങ്ങൾക്ക് മാത്രം. പൊതുജനങ്ങൾക്ക് ജലമേളയിൽ പ്രവേശനമില്ല. സംസ്ഥാനത്ത് വെള്ളി മുതൽ തിങ്കൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ വെള്ളിയാഴ്ച യെല്ലോ അലർട്ട്. ശനിയും ഞായറും 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധത്തെ തുടർന്ന് 2ാം ദിവസവും ടോൾ പിരിവ് നിർത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിൽ ഹൈക്കോടതിയിൽ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ. മുൻ IB ഉദ്യോഗസ്ഥൻ VK മെയ്നി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. VK മെയ്നി കേസിൽ 17ാം പ്രതിയാണ്. സിബി മാത്യൂസ്, RB ശ്രീകുമാർ എന്നിവരടക്കം 5 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. താലിബാൻ വിരുദ്ധ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് MK മുനീർ MLAക്ക് ഭീഷണിക്കത്ത്. 24 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് പിൻവലിക്കണമെന്ന ആവശ്യം. മുസ്ലിം വിരുദ്ധതയാണ് പോസ്റ്റിലെന്ന് ആരോപണം. പോസ്റ്റ് പിൻവലിക്കില്ലെന്ന് MK മുനീർ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. കരിപ്പൂർ വിമാനാപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് നിർത്തലാക്കാൻ ഒരുങ്ങിയ എയർ ഇന്ത്യ. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്നവർ പ്രതിസന്ധിയിൽ. സ്വാഭാവിക നടപടിയെന്ന് എയർ ഇന്ത്യയുടെ വിശദീകരണം. പരിക്കേറ്റ 84 പേർക്കുള്ള നഷ്ടപരിഹാരവും കൈമാറിയില്ല. ഈ മാസം 28-ന് എയർ ഇന്ത്യയുടെ കോഴിക്കോട്ടെ ഓഫീസ് ഉപരോധിക്കുമെന്ന് കരിപ്പൂർ വിമാനാപകട ആക്ഷൻ കൗൺസിൽ. ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന ജനാധിപത്യ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്ന് സേവ് ലക്ഷദ്വീപ് ഫോറം. ഭരണകൂടം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ജനവികാരം ഉൾക്കൊള്ളാതെയുള്ള വികസന പദ്ധതികൾ. കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് നീക്കമെന്നും ലക്ഷദ്വീപ് ഫോറം. ഇടുക്കി ശാന്തൻപാറ ചുണ്ടലിൽ വാടക വീട്ടിൽ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. അണക്കര 8ാം മൈൽ സ്വദേശി പ്രകാശിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപിച്ച് വഴക്കിട്ടതിനെ തുടർന്നുള്ള അടിപിടിയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. മലപ്പുറം തിരുവാലയിൽ വീട് നിർമ്മാണത്തിനിടെ സ്ലാബ് തകർന്ന അതിഥി തൊഴിലാളി മരിച്ചു. മുർഷിദാബാദ് സ്വദേശി സമീറാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്ക്. മലപ്പുറം ഊർങ്ങാട്ടിരിയിലെ 15-കാരന്റെ തിരോധാനത്തിൽ പോലീസിനെതിരെ ആക്ഷൻ കമ്മിറ്റി. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം. പോലീസ് അന്വേഷണം മന്ദഗതിയിലെന്നും പരാതി. സൗഹാനെ കാണാതായിട്ട് ഇന്നേക്ക് 12 ദിവസം. അട്ടപ്പാടിയിൽ ബൈക്കിൽ കടത്താൻ ശ്രമിച്ച 10 കിലോ ചന്ദനം വനംവകുപ്പ് പിടികൂടി. അട്ടപ്പാടി പെട്ടിക്കൽ സ്വദേശി എമിലിനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പ്രതികളായ 2 പേർ ഓടി രക്ഷപ്പെട്ടതായി വനംവകുപ്പ്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസ് പ്രതികളുടെ വീട്ടിൽ റെയ്ഡ്. പാസ്പോർട്ട്, സിം കാർഡുകൾ, എക്സ്ചേഞ്ചിനായുള്ള ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. കൊളത്തറ സ്വദേശി ഷബീർ, ബേപ്പൂർ സ്വദേശി ഗഫൂർ, പറ്റമ്മൽ സ്വദേശി കൃഷ്ണപ്രസാദ് എന്നിവരുടെ വീടുകളിലായിരുന്നു റെയ്ഡ്. അലിഗഡ് മുസ്ലിം സർവകലാശാല VC-ക്കെതിരെ പോസ്റ്ററുകൾ. മുൻ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗിന്റെ നിര്യാണത്തിൽ VC അനുശോചനം രേഖപ്പെടുത്തിയതിനെതിരെയാണ് പോസ്റ്റർ. VC താരിഖ് മൻസൂറിന്റെ നടപടി സർവകലാശാലയ്ക്ക് നാണക്കേടെന്ന് പ്രതിഷേധക്കാർ. പെഗസസിൽ ബംഗാളിന്റെ സത്യവാങ്മൂലം. പെഗസസ് വിഷയത്തിൽ സത്യം പുറത്തുവരാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ലെന്ന് വിമർശനം. പൊതുജനങ്ങളുടെ സ്വകാര്യതയിലുള്ള ഭീതി അകറ്റാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചതെന്നും ബംഗാൾ. ക്രിസ്ത്യൻ നാടാർ സംവരണം ചോദ്യം ചെയ്തുള്ള ഹർജി വേഗത്തിൽ തീർപ്പാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സംവരണം സംബന്ധിച്ചുള്ള പുതിയ ഭരണഘടനാ ഭേദഗതി കേസിൽ ബാധകമാകുമോ എന്ന് പരിശോധിക്കണമെന്നും നിർദ്ദേശം. സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. ദേശീയ വാർത്തകൾ. ഒക്ടോബറിൽ കോവിഡ് 3ാം തരംഗത്തിനുള്ള സാധ്യത വിദഗ്ധർ പ്രവചിച്ച പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കി ഡൽഹി സർക്കാർ. 37,000 കിടക്കകൾ സജ്ജം. ഇതിൽ 12,000 കിടക്കകൾ ICU കിടക്കകളാണെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദർ ജെയിൻ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കെതിരെ വിവാദ പരാമർശത്തിൽ FIR റദ്ദാക്കണമെന്ന് കേന്ദ്രമന്ത്രി നാരായൺ റാണയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. അടുത്ത മാസം 2-ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് റാണയ്ക്ക് നോട്ടീസ് അയച്ചു പോലീസ്. നാരായൺ റാണയെ വിമർശിച്ച ശിവസേന മുഖപത്രം. പുൽവാമ സ്ഫോടനത്തിന്റെ ആസൂത്രകൻ സമീർ ധാർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ. സമീർ ഇപ്പോഴും മേഖലയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് കണ്ടെത്തൽ. ജൂലൈ 31-ന് നടന്ന ഭീകരവിരുദ്ധ നടപടിയിൽ സമീർ ധാർ കൊല്ലപ്പെട്ടെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ.
രാകേഷ് അസ്താന IPSനെ ഡൽഹി പോലീസ് കമ്മീഷണറായി നിയമിച്ചതിനെതിരെയുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നിയമനം സുപ്രീംകോടതി വിധിയുടെയും സർവീസ് ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് ആരോപണം. ചീഫ് ജസ്റ്റിസ് NV രമണ, ജസ്റ്റിസുമാരായ DY ചന്ദ്രചൂഡ്, സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി പരിഗണിക്കും. 2023 കർണാടകയിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കാൻ കർഷകർ ഉൾപ്പെടുന്ന കമ്മിറ്റി രൂപീകരിക്കും. ഭക്ഷണത്തിന്റെയും എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സംസ്കരണവുമായി ബന്ധപ്പെട്ട സെക്കൻഡറി അഗ്രികൾച്ചറൽ ഡയറക്ടറേറ്റ് സ്ഥാപിക്കാനും തീരുമാനം. ചണ്ഡീഗഡിലെ നേതൃമാറ്റ ആവശ്യം തള്ളി കോൺഗ്രസ്. ഭൂപേഷ് ബാഗലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് ഹൈക്കമാൻഡ്. അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കാൻ ബാഗേൽ വിമതരുമായി ചർച്ച നടത്തണമെന്ന് നിർദ്ദേശം. സുപ്രീംകോടതിക്ക് മുന്നിൽ സുഹൃത്തിനൊപ്പം സ്വയം തീ കൊളുത്തിയ യുവതി മരിച്ചു. ഡൽഹി RML ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആത്മഹത്യാ ശ്രമത്തിൽ യുവതിക്ക് 85% പൊള്ളലേറ്റിരുന്നു. ഡൽഹിയിലെ അഴുക്കുചാൽ പ്രശ്നവും മഴക്കാലത്തെ വെള്ളക്കെട്ടും പരിഹരിക്കാനുള്ള ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കും. പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി. ജമ്മുകശ്മീരിന് നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്ന് ഗുപ്കർ സഖ്യം. ആവശ്യമുന്നയിച്ച് ഫറൂഖ് അബ്ദുള്ളയുടെ വീട്ടിൽ നടന്ന യോഗം. ഭരണഘടന നൽകുന്ന അവകാശമാണ് സംസ്ഥാന പദവിയെന്ന് CPIM നേതാവ് യൂസുഫ് തരിഗാമി. ഒഡീഷയിലെ ഇക്കൊല്ലത്തെ 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചവരുടെ കൂട്ടത്തിൽ MLAയും ബിജു ജനതാദൾ MLA പൂർണ്ണചന്ദ്ര സ്വൈനിന്റെ ജയം 60% മാർക്ക് നേടി. ബഞ്ചാർ നഗർ സുരദ ഗേൾസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ MLAക്ക് പ്രത്യേക മുറി അനുവദിച്ചിരുന്നു. 5ാമത് ഇന്തോ കസാഖിസ്ഥാൻ സംയുക്ത പരിശീലന പരിപാടി ഓഗസ്റ്റ് 30-ന് തുടങ്ങുമെന്ന് പ്രതിരോധ മന്ത്രാലയം. കസാഖിസ്ഥാനിലെ ഐഷ ബീബിയിലെ ട്രെയിനിംഗ് മേഖലയിലാണ് പരിശീലനം. സെപ്റ്റംബർ 11 വരെയാണ് പരിപാടി. അന്താരാഷ്ട്ര വാർത്തകൾ. വാക്സിനേഷൻ മന്ദഗതിയിലാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് $2.3 ട്രില്യൺ നഷ്ടമുണ്ടാക്കുമെന്ന് പഠനം. ദരിദ്ര രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകാനുള്ള അന്താരാഷ്ട്ര ശ്രമം അപര്യാപ്തമെന്നും വിലയിരുത്തൽ. പഠനം നടത്തിയത് ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ്. നേപ്പാൾ കാഠ്മണ്ഡുവിൽ സെപ്റ്റംബർ 1 വരെ ലോക്ഡൌൺ നീട്ടാൻ തീരുമാനം. കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് തീരുമാനം. രാത്രികാല കർഫ്യൂ നീക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വിയറ്റ്നാം സന്ദർശനം തുടങ്ങി. വിയറ്റ്നാം വൈസ് പ്രസിഡന്റുമായി ചർച്ച നടത്തി. അഫ്ഗാനിസ്ഥാനിലെ പദ്ധതികൾക്കുള്ള ധനസഹായം നിർത്തിവെച്ച് ലോകബാങ്ക്. US-ൽ സൂക്ഷിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനിലെ സെൻട്രൽ ബാങ്കിന്റെ ആസ്തികൾ മരവിപ്പിച്ചു. നടപടി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് സഹായങ്ങൾ നിർത്തിവെച്ചതിന് പിന്നാലെ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സൈനിക വിമാനങ്ങൾ അയച്ച ഈജിപ്ത്. മിഷൻ അൽ അഹ്സർ എന്നാണ് ദൌത്യത്തിന് പേര് നൽകിയിരിക്കുന്നത്. എംബസി ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി രാജ്യത്ത് തിരിച്ചെത്തിയെന്ന് റിപ്പോർട്ട്. കോവിഡിനെതിരെ ഫൈസർ മൊഡേണ വാക്സിനുകളുടെ ഫലപ്രാപ്തിയിൽ കുറവ് വന്നതായി പഠനങ്ങൾ. 91% നിന്ന് വാക്സിനുകളുടെ കോവിഡ് പ്രതിരോധ ശേഷി 66% കുറഞ്ഞു. അമേരിക്കയിലെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ. സെനഗലിൽ തടവനുഭവിക്കുന്ന മുൻ ചാഡിയൻ പ്രസിഡന്റ് ഹിസിൻ ഹബ്രെ കോവിഡ് ബാധിച്ച് മരിച്ചു. 79 വയസ്സായിരുന്നു. 1982 മുതൽ 90 വരെ പ്രസിഡന്റായിരിക്കെ ഹബ്രെ നടത്തിയത് 40,000-ലധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇന്ത്യയിലേക്ക് നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന് തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന കുവൈറ്റ് DGCA. വാണിജ്യ വിമാന സർവീസ് നാളെ മുതൽ തുടങ്ങിയേക്കുമെന്ന പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് തള്ളി. വിശദാംശങ്ങൾ ഉടൻ അറിയിക്കുമെന്നും അധികൃതർ. ലോകത്തിലെ ഏറ്റവും വലിയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗമായ ജവാൻ സ്ലോ ലോറിസിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. അവശേഷിക്കുന്ന 8 ജവാൻ സ്ലോ ലോറിസിനെ ഇന്തോനേഷ്യയിലെ റിയാവു പ്രവിശ്യയിലെ വനത്തിലേക്ക് മാറ്റി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ക്ഷാമം നേരിടുന്ന ലോകത്തെ ആദ്യ രാജ്യമായ മഡഗാസ്കർ മാറിയെന്ന് ഐക്യരാഷ്ട്ര സംഘടന. 10,000-കണക്കിന് പേർ പട്ടിണിയിൽ. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശം വരൾച്ചയാണ് നേരിടുന്നതെന്നും ഐക്യരാഷ്ട്ര സംഘടന. ഇംഗ്ലണ്ടിനെതിരായ 3ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. 2ാം ടെസ്റ്റിലെ അതേ ടീമിനെ നിലനിർത്തി ഇന്ത്യ. ചെക്ക് ഓപ്പൺ അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് ടൂർണമെന്റിന്റെ സെമിയിൽ പ്രവേശിച്ച ഇന്ത്യൻ താരം സത്യൻ ജ്ഞാനശേഖരൻ.
ക്വാർട്ടറിൽ സൗദി അറേബ്യൻ താരത്തെ തോൽപ്പിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ടെസ്റ്റിൽ പാകിസ്ഥാന് 109 റൺസ് ജയം. 329 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ വിൻഡീസ് 219 റൺസിന് പുറത്ത്. AFC കപ്പിൽ ബംഗളൂരു FCക്ക് തകർപ്പൻ ജയം. മാസിയ FCയെ തോൽപ്പിച്ചത് 2-6 ഗോളുകൾക്ക്. ഗോൾ നേട്ടവുമായി മലയാളി താരം ലിയോൺ അഗസ്റ്റിൻ. സ്കോട്ടിഷ് താരം ആൻഡ്രൂ റോബർട്ട്സൺ ലിവർപൂളിൽ തുടരും. കരാർ നീട്ടിയത് 2026 വരെ. പ്രതിരോധ നിര താരമായ റോബർട്ട്സൺ ലിവർപൂളിനായി കളിച്ചത് 177 മത്സരങ്ങൾ. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ ഗാനം പുറത്തിറങ്ങി. കോവിഡ് വാർഡിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ 500 ദിവസങ്ങൾ പൂർത്തിയാക്കിയതിനുള്ള ആദരത്തിന്റെ ഭാഗമായാണ് ഗാനം പുറത്തിറക്കിയത്. വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്താണ് ഗാനം റിലീസ് ചെയ്തത്. വധശ്രമക്കേസിൽ ജാമ്യത്തിലിറങ്ങി വീട്ടമ്മയെ ആക്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. മങ്ങാട് സ്വദേശിയായ സാജനാണ് അറസ്റ്റിലായത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ പിടികൂടിയത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ. കൊല്ലം ശക്തികുളങ്ങരയിൽ ഭാര്യയെയും മകളെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ. ഭക്ഷണം നൽകിയത് കുറഞ്ഞുപോയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. പിടിയിലായത് കുരീപ്പുഴ സ്വദേശി വിജയകുമാർ. കൊല്ലം ഓച്ചിറയിൽ വയോധികയെ വീടിന് സമീപത്തെ പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പായ്ക്കുഴി കൊച്ചുവീട്ടിൽ ഭാനുമതി അമ്മയെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരുനാഗപ്പള്ളി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. മഴ ഉപയോഗിച്ച് യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ പോലീസ് പിടിയിൽ. മീയണ്ണൂർ സ്വദേശികളായ വിജേഷ്, അഖിൽ എന്നിവരാണ് കണ്ണനല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി ICU, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ KU ജനീഷ് കുമാർ MLA അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. കോട്ടയം ജില്ലയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രൈവ് ത്രൂ കോവിഡ് വാക്സിനേഷൻ തുടങ്ങി. ആളുകൾക്ക് വാഹനത്തിൽ ഇരുന്നു തന്നെ വാക്സിൻ സ്വീകരിക്കാനുള്ള സൗകര്യം. മീനച്ചിൽ താലൂക്ക് സച്ചാർ സംരക്ഷണ സമിതി രൂപീകരിച്ച വിവിധ സംഘടനകൾ. ഹാജി PS മുഹമ്മദ് നൌഫലിനെ സച്ചാർ സംരക്ഷണ സമിതിയുടെ താലൂക്ക് ചെയർമാനായും VM സിറാജിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. MBA സ്പെഷ്യൽ മേഴ്സി ചാൻസ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നവർക്ക് അവസരവുമായി MG സർവകലാശാല. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 6. പരീക്ഷാ ഫീസിനും CV ക്യാമ്പ് ഫീസിനും പുറമെ സ്പെഷ്യൽ ഫീസായി 5250 രൂപയും ഓൺലൈനായി അടയ്ക്കണം. കോട്ടയം മുതുമല ജംഗ്ഷനിൽ റോഡിൽ അപകടക്കുഴി. പാറക്കല്ലുകളും ടൈലുകളും കുഴിയിൽ നിരത്തി പരിഹാരം കാണാൻ ശ്രമിച്ചത് അപകട സാധ്യത വർദ്ധിപ്പിച്ചുവെന്ന് യാത്രക്കാർ. കോട്ടയം രാമപുരത്ത് കൈക്കൂലി വാങ്ങിയ ഗ്രേഡ് ASI അറസ്റ്റിൽ. വിജിലൻസ് പിടികൂടിയത് രാമപുരം സ്റ്റേഷനിലെ KJ ബിജുവിനെ. ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ സ്വന്തം ഭൂമിയിൽ നിന്ന് പാറ നീക്കാൻ ശ്രമിച്ചയാളിൽ നിന്ന് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് 5000 രൂപ. കുട്ടികൾക്കായി മാനസികാരോഗ്യ വിദ്യാഭ്യാസ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ച് ഇടുക്കി കട്ടപ്പന ITI കുന്നുവാർഡിലെ ജാഗ്രതാ സമിതി. സെമിനാർ സംഘടിപ്പിച്ചത് കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണതകളും ലഹരി ഉപയോഗങ്ങളും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ അനുപമ TV. ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം, വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോം എന്നിവ ആരംഭിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സ്ഥലം സന്ദർശിച്ചു. മൂലമറ്റം വൈദ്യുത നിലയത്തിലെ ജനറേറ്ററുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് തുടക്കം. 6 ജനറേറ്ററുകളിൽ 1-ാം നമ്പർ ജനറേറ്ററിന്റെ അറ്റകുറ്റപ്പണികളാണ് പുരോഗമിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി പഠനത്തിനായി ടാബ് വിതരണം ചെയ്ത് പരവൂർ ലയൺസ് ക്ലബ്. പരിപാടി സംഘടിപ്പിച്ചത് ലീഡ് ടു ലൈറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി. പരവൂർ നഗരസഭാ ചെയർപേഴ്സൺ പ്രഭാവതി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പാവൂർ ബൈപ്പാസ് 1-ാം ഘട്ടം ഉടൻ. പദ്ധതിയുടെ ഡ്രാഫ്റ്റ് ഡിക്ലറേഷൻ പൂർത്തിയാക്കി. പദ്ധതി വിഭാവനം ചെയ്തത് പെരുമ്പാവൂർ ടൗണിലെയും ആലുവ മൂന്നാർ റോഡിലെയും ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന്. തൃശൂർ വാട്ടർ ഫാൾസ് എസ്റ്റേറ്റിലെ മരപ്പൊത്തിൽ കൈകുടുങ്ങിയ കരടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. മയക്കുവെടി വെച്ച് വീഴ്ത്തി കൂട്ടിലാക്കിയ കരടിയെ പിന്നീട് വനത്തിനുള്ളിൽ തുറന്നുവിട്ടു. പ്രദേശത്ത് 3 മാസത്തിനിടെ കരടിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും 2 പേർക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. തൊഴിലാളികളുടെ ശമ്പള കമ്മീഷൻ നിശ്ചയിക്കണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ പാലക്കാട് നെല്ലിയാമ്പതിയിൽ പ്രതിഷേധ സമരം. വിവിധ എസ്റ്റേറ്റുകൾക്ക് മുന്നിലായിരുന്നു സമരം. പാലക്കാട് ഒറ്റപ്പാലം പഴയന്നൂർ റോഡിൽ മായന്നൂർ പാലത്തിലൂടെയുള്ള ഗതാഗതം സെപ്റ്റംബർ 1 മുതൽ 8 വരെ നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. അറ്റകുറ്റപ്രവൃത്തികളുടെ ഭാഗമായാണ് നിരോധനം.
പാലക്കാട് ആനക്കര മുത്തുവിളയം കുന്ന് ശിവക്ഷേത്രം റോഡിന്റെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം കേരള നിയമസഭാ സ്പീക്കറും എംഎൽഎയുമായ എം.ബി. രാജേഷിന് നിവേദനം നൽകി ഡിവൈഎഫ്ഐ കൂടല്ലൂർ മേഖലാ കമ്മിറ്റി. പാലക്കാട് പട്ടാമ്പി ഗുരുവായൂർ പാതയിൽ ഞാങ്ങാട്ടിരിയിൽ വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴി അപകട ഭീഷണിയാകുന്നു. ആഴ്ചകൾക്ക് മുൻപ് കുഴിച്ച കുഴി ഇപ്പോഴും അടച്ചിട്ടില്ല. പാലക്കാട് പട്ടാമ്പി തിരുവേഗപ്പുറം പാലം അറ്റകുറ്റപ്പണികൾക്കായി ഇന്നു മുതൽ 10 ദിവസത്തേക്ക് അടച്ചിടും. പാലത്തിന്റെ ബെയറിംഗ് മാറ്റലടക്കമുള്ള 1ാം ഘട്ട പ്രവൃത്തികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പാലക്കാട് തച്ചനാട്ടുകര തൊട്ടുകാപ്പിൽ പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാത്ത പണവും സ്വർണവും പിടികൂടി. 48 ലക്ഷം രൂപയും 205 ഗ്രാം സ്വർണവുമാണ് പിടിച്ചെടുത്തത്. കാർ ഡ്രൈവർ തൃശൂർ മണ്ണുത്തി സ്വദേശി ബിനോ വർഗീസ് കസ്റ്റഡിയിൽ. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ നിഘണ്ടുവിൽ നിന്ന് നീക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ചരിത്രവിരുദ്ധതയും വർഗീയതയുമാണ് വെളിവാക്കുന്നതെന്ന് SSF. സമരാധ്യായങ്ങളെ പുതിയ തലമുറയുടെ അറിവിൽ നിന്ന് തമസ്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വിമർശനം. ചരിത്രത്തെ പിറകോട്ട് വലിക്കുന്ന നടപടികൾക്കെതിരെ സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും SSF. മലബാർ രക്തസാക്ഷികളെ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പെരിന്തൽമണ്ണ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. NCP വയനാട് ജില്ലാ കൺവെൻഷൻ നടത്തി. വന്യജീവി വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ജില്ലയിലെത്തിയ മന്ത്രി AK ശശീന്ദ്രന്റെ ചടങ്ങിൽ NCP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മേപ്പാടി സൂചിപ്പാറ ഇക്കോ ടൂറിസം കേന്ദ്രം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. 3 വർഷത്തിന് ശേഷമാണ് സൂചിപ്പാറ വീണ്ടും സജീവമാകുന്നത്. സന്ദർശകരുടെ എണ്ണം സംബന്ധിച്ച് കേസ് തീർപ്പായതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നത്. കണ്ണൂർ കടന്നപ്പള്ളി ചെറുതാഴം കോറോം വില്ലേജുകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പടിഞ്ഞാറേക്കരയിൽ കുടുംബശ്രീ വനിതാ കൂട്ടായ്മയുടെ 1 ഏക്കറിലെ കപ്പ കൃഷി കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചു. വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി കാസർഗോഡ് കാഞ്ഞങ്ങാട് 2000 കോൺക്രീറ്റ് മാലിന്യ തൊട്ടികൾ ഒരുങ്ങി. പദ്ധതിയുടെ 1ാം ഘട്ടമായാണ് ഇവ നിർമ്മിച്ചത്. ഒരു തൊട്ടിക്ക് 115 രൂപ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കും. കാസർഗോഡ് തുരുത്തി എരിഞ്ഞിക്കീലിൽ റോഡരികിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തി. 170 സെന്റിമീറ്റർ നീളമുള്ളതാണ് ചെടി. കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി നട്ടുവളർത്തിയതിന് കേസെടുത്തു. കാസർഗോഡ് പനത്തടിയിൽ നാളികേര കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാതൃകാ തെങ്ങിൻ തോട്ടം ഒരുക്കാൻ കർഷക കൂട്ടായ്മ. കാസർഗോഡ് CPCRIയുടെ നാളികേര വികസന പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് തെങ്ങ് കൃഷിക്ക് തുടക്കമിട്ടത്. എന്റർടൈൻമെന്റ് ന്യൂസ്. ഗോകുൽ ഹരിഹരൻ, പ്രവീൺ പ്രഭാകരൻ, നിതിൻ മധു ആയൂർ എന്നിവർ സംവിധാനം ചെയ്യുന്ന ദി ഹോമോ സാപ്പിയൻസ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ ശ്രദ്ധേയമാകുന്നു. ഡ്രീം ഫോർ ബിഗ് സ്ക്രീൻ ആൻഡ് വില്ലേജ് മൂവി ഹൌസിന്റെ ബാനറിലാണ് ആന്തോളജി ചിത്രം പ്രേക്ഷകരിൽ എത്തുക. KGF ചാപ്റ്റർ 2 ശേഷം പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ചിത്രം സലാറിന്റെ പുതിയ പോസ്റ്റർ പുറത്ത്. ഹോംബലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രഭാസ്, ജഗപതി ബാബു, ശ്രുതി ഹസൻ എന്നിവർ പ്രധാന വേഷത്തിൽ. ലിയോ തദേവൂസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന 12 എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങി. വിക്ടർ ഇബ്രഹാം നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിനായകൻ, ലാൽ, ഷൈൻ ടോം ചാക്കോ എന്നിവർ പ്രധാന വേഷത്തിൽ. താലിബാൻ തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാൻ വനിതാ പൈലറ്റിനെ കല്ലെറിഞ്ഞ് കൊന്നുവെന്ന വ്യാജ പ്രചാരണം. അഫ്ഗാനിസ്ഥാൻ വ്യോമസേനയുടെ വനിതാ പൈലറ്റ് സാഫിയ ഫിറോസിയുടേതെന്ന ചിത്രങ്ങളാണ് പ്രചരിക്കുന്നത്. ഇറാഖിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഖുറാൻ കത്തിച്ചു എന്ന സംശയത്തെ തുടർന്ന് 2015 27കാരിയെ ആൾക്കൂട്ടം കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നത്. ചിന്നക്കനാൽ സഹകരണ ബാങ്ക് സെക്രട്ടറി MS സാബുവിന് സസ്പെൻഷൻ. ബാങ്ക് ഭരണസമിതി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. നടപടി മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചു എന്ന് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന്. കാക്കനാട് ലഹരി മരുന്ന് കേസിലെ അട്ടിമറിയിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പരിശോധിക്കുന്നതെന്ന് എക്സൈസ് അഡീഷണൽ കമ്മീഷണർ അബ്ദുൾ റാഷി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം ശേഖരിച്ചു. ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തിയ 78 പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആർക്കും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഡൽഹിയിലെ ITBP ക്യാമ്പിൽ ക്വാറന്റീനിൽ കഴിയുകയാണ് ഇവർ.
രാജസ്ഥാനിൽ നായയെ ഉപദ്രവിക്കുന്ന വീഡിയോയ്ക്ക് പിന്നാലെ അക്രമിക്കെതിരെ കേസെടുത്ത പോലീസ്. നടപടി വീഡിയോ വൈറലായതോടെ കേസെടുത്ത മൃഗസംരക്ഷണ നിയമപ്രകാരം. അഫ്ഗാൻ പൗരന്മാർക്ക് നേരത്തെ നൽകിയ വിസകൾ റദ്ദാക്കി ഇന്ത്യ. ഇനി അംഗീകാരം ഈ വിസകൾക്ക് മാത്രമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ഈവനിംഗുമായി അനുജ ചേട്ടൻ.